മറിഞ്ഞിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനും മഹത്വത്തിനനുസരിച്ച് വെളിച്ചത്ത് കൊണ്ടുവരുവാനും ആദരിക്കേണ്ടവരെ ഉയർത്തിക്കാട്ടുവാനും പിൽക്കാല തലമുറയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ആദരവിൻ്റെ ഏറ്റവും അർഹതപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ മേരി കളപ്പുരയ്ക്കൽ. ഇന്ത്യയിലെ ആദ്യത്തെ സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടായ കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രഥമ അംഗം അഭിവന്ദ്യ തറയിൽ തോമസ് പിതാവിനാൽ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി ആതുര സേവന മേഖലയിലേക്ക് തൻ്റെ ജീവിത യാത്ര ആരംഭിച്ച ഡോക്ടർ മേരി കളപ്പുരയ്ക്കൽ ജ്ഞാനായ സമുദായത്തിനും കോട്ടയം അതിരൂപതയ്ക്കും നൽകിയ സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ജ്ഞാനായ സമുദായത്തിനും അതുപോലെ മറ്റ് വിഭാഗം എല്ലാ ജനങ്ങൾക്കും സിസ്റ്ററിൻ്റെ സേവനം ലഭിച്ചിട്ടുണ്ട്. ഈ സേവന പ്രവർത്തനങ്ങളും പിന്നീട് കാരിത്താസിൽ നൽകിയ സേവനങ്ങളും രോഗികൾക്ക് മാത്രമല്ല മറ്റെല്ലാ വിഭാഗം ജനങ്ങളെയും സിസ്റ്റർ ഒരേപോലെ കണ്ടുകൊണ്ട് തൻ്റെ സേവന മേഖല വിപുലപ്പെടുത്തുകയായിരുന്നു. ആ സിസ്റ്ററിൻ്റെ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. സ്വാഗതം. ഈ ഒരു പുതിയൊരു സമൂഹത്തിലേക്ക്, അതായത് ഇന്ത്യക്ക് വിദേശത്ത് ഇന്ത്യയിൽ തുടങ്ങിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് സിസ്റ്റർ ആദ്യമേ വരുവാനുള്ളൊരു പ്രചോദനം ഉണ്ടായത് എങ്ങനെയാണ്? അത് തറയിൽ പിതാവുമായിട്ടുള്ള സംഭാഷണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മാച്ചൻ മോൺസിഞ്ഞോർ മാത്യു തെക്കനാട്ടിനെ വലിയമ്മാച്ചനാ കാണാനായിട്ട് അരവനെ ചെന്നതാ. അരവനെ ചെന്നപ്പം അച്ഛനോട് ഞാൻ മിഷീന് പോകണമെന്നുള്ള കാര്യം പറഞ്ഞു. അത് വല്യച്ഛൻ അമേരിക്കയ്ക്ക് പോയിരിക്കുമായിരുന്നു. അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞു. വല്യച്ഛനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം തറയിതാവ് ഇറങ്ങി വന്നു. ഉടനെ ചോദിച്ചു, ഇവളാരാന്ന് ചോദിച്ചു. അത് വല്യച്ഛൻ്റെ മരുമകളാ, അവള് മിഷീന് പോകുന്ന കാര്യത്തെ പറ്റി പറയാനായിട്ട് വന്നതെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, നീ എന്തിനാ മിഷീന് പോകുന്നത്? നിന്നെ പോലെയുള്ളവർ ഇവിടെ ആവശ്യമുണ്ട്. ഞാനൊരു പുതിയ സഭ തുടങ്ങാൻ പോവുക. പ്രത്യേക വേഷമൊന്നുമില്ല, സാധാരണക്കാരുടെ വേഷം. വീട്ടിലൊക്കെ പോകാം, പേരൻസിനെ ഒരു അസുഖമാണെങ്കിലൊക്കെ വീട്ടിൽ പോയി ശുശ്രൂഷിക്കാം. ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് ഇത് എനിക്ക് പറ്റിയതാണല്ലോ എന്നാണ്. നീ വീട്ടിൽ പോയി പറയാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർക്കും കുഴപ്പമില്ല, കോട്ടയത്താണല്ലോ പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ കോളേജിൽ പോയിട്ട് ഇന്റർമീഡിയറ്റിന് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. 10 ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഒരു വർഷം വീട്ടിൽ നിന്നു, വിടുകയല്ലോ, മിഷീന് പോകാൻ വിടുകയല്ല. അപ്പോൾ അത് കഴിഞ്ഞ് മിഷീന് പോകണമെന്ന് തോന്നാൻ കാരണം നമുക്ക് വേറെ സമൂഹങ്ങൾക്ക് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ശുശ്രൂഷ ചെയ്യണം, സേവനം ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം. അത് കൂടുതലും സൗകര്യം മിഷീന് പോയാലേ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണ എനിക്ക് വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മിഷീന് പോകണമെന്ന് പറഞ്ഞതേ. അപ്പം ഇന്ത്യയിൽ തന്നെയാണോ ഇന്ത്യയിൽ തന്നെ, നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോകണമെന്നായിരുന്നു. അപ്പം അവരാരും സമ്മതിച്ചില്ല. അപ്പം ഞാൻ ഒരു വർഷം വീട്ടിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയൊന്നും ആകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ ഞാനൊന്ന് കോട്ടയത്ത് പോയി മോൺസിഞ്ഞോറെ കണ്ടിട്ട് വരട്ടെന്ന് പറഞ്ഞ് പോയതാ. അങ്ങനെ പോയി മോൺസിഞ്ഞോറുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ തറയിപ്പിതാവുമായിട്ട് ഇങ്ങനെ കാണാനിടയായത്. പിന്നെ വീട്ടിൽ പോയി പറഞ്ഞു കോളേജിൽ പോകാനായിട്ട് അഡ്മിഷനൊക്കെ കിട്ടി. അത് ആലപ്പുഴ സെന്റ് ജോസഫ്സ് വിമൻസ് കോളേജ്. അവിടെ ഈ 2 സ്ഥലത്ത് അഡ്മിഷൻ കിട്ടി. അത് വല്യച്ഛൻ അമേരിക്കയിൽ തന്നെ എനിക്ക് വേണ്ടി അഡ്മിഷൻ. അവിടെ അതൊന്നും അച്ഛൻ പറഞ്ഞത് തൂത്തുക്കുടിയോ അവിടെ പോകാം, അല്ലെങ്കിൽ ഇവിടെ പോകാം. അപ്പൊ ഞാൻ ആലപ്പുഴയല്ലേ ഒന്നുകൂടെ നല്ലത്, അതുകൊണ്ട് ആലപ്പുഴയ്ക്ക് പോകാനായിട്ട്. അപ്പം അത് ഇറ്റാലിയൻ സിസ്റ്റേഴ്സ് ആണ് അവിടുത്തെ കോൺവെന്റ് അത് നടത്തുന്നതേ, കോളേജ് നടത്തുന്നത്. അപ്പോൾ കോളേജ് തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുന്നത്. വളരെ സന്തോഷമായിട്ട് ആ ഇറ്റാലിയൻ സിസ്റ്റേഴ്സിന്റെ പെരുമാറ്റവും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഒത്തിരി
ഞങ്ങളുടെ വാർഡൻ തന്നെ ഒരു ഇറ്റാലിയൻ സിസ്റ്ററായിരുന്നു. അവരൊക്കെ വളരെ, പിന്നെ ഈ ഞങ്ങളുടെ പ്രിൻസിപ്പല് വളരെ ഭക്തിയായ ഒരു സിസ്റ്റർ ആയിരുന്നു, ഇറ്റലിക്കാരത്തി. ആ പുള്ളിക്കാരത്തി മദർ ഫെർണാണ്ട റീവ. അവരുടെ ഇപ്പം നാമകരണം ചെയ്യാനായിട്ടുള്ള പ്രോസസ്സൊക്കെ നടക്കുക. അത്രയും നല്ല വിശുദ്ധിയായിട്ടാ അത് നടപ്പൊക്കെ. ആ പുള്ളിക്കാരത്തിക്ക് സ്റ്റൊമക് ക്യാൻസർ വന്നു. 33-ാമത്തെ വയസ്സിൽ മരിച്ചു. ബോംബെയിലായിരുന്നു. അതെ, കോളേജിൽ ഒരു 6 മാസം കഷ്ടിച്ച് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബോംബെക്ക് പോയി. അവിടെയായിരുന്നു ചികിത്സയൊക്കെ. മരിച്ചത് അവിടെയാ. ഇപ്പം അവരുടെ ഭൗതിക അവശിഷ്ടങ്ങള് ആലപ്പുഴ അവരുടെ ചാപ്പലിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആയില്ല, നടന്നുകൊണ്ടിരിക്കുക പ്രോസസ്. വാഴ്ത്തപ്പെട്ടോ ആയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഏതായാലും ബോംബെ നിന്ന് ഭൗതിക ശരീരം കൊണ്ടുവന്ന് ഇപ്പം ആലപ്പുഴ സെന്റ് ജോസഫ്സ് കോളേജിന്റെ അവരാ കോളേജ് നടത്തുന്നത്. നല്ല നിലയിൽ നടത്തുന്നു. നല്ല പെരുമാറ്റമൊക്കെ ആയിരുന്നു. 2 വർഷം നമുക്ക് വളരെ പഠിച്ചു. അപ്പം വളരെ സന്തോഷമായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിതാവിന്റെ അടുത്ത് ചെന്നു. അന്നേരം പറഞ്ഞു, ഇറ്റലിക്ക് വിടാനായിട്ടാണ് പിതാവ് ആദ്യം ശ്രമിച്ചത്. ഇറ്റാലിയൻ ഞങ്ങളെ കുറച്ച് പഠിപ്പിച്ചു. എന്നും 5:30 മണിക്കുള്ള കുർബാനയെ പങ്കുകൊള്ളുക രാവിലെ അരമനയിൽ. അത് കഴിഞ്ഞ് പിതാവിന്റെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. അത് കഴിഞ്ഞ് ചെന്ന് കാപ്പി കുടിച്ചു കഴിഞ്ഞിട്ട് കോളേജ് ലൈബ്രറിയിലെ ചെറിയ ജോലി, ബുക്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക, എടുത്തവരുടെ പേരൊക്കെ എഴുതി വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള ജോലി. അപ്പൊ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇറ്റലിന്ന് സ്കോളർഷിപ്പ് കിട്ടിയില്ല, നിങ്ങളെന്നാ ഇപ്പം വീട്ടിൽ പോയിക്കോ, പെട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുമ്പോൾ വിളിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞങ്ങളെ അറിയിച്ചു, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പിതാവ് വലിയ സന്തോഷത്തിലായിരിക്കുന്നത്. ചെന്നപ്പോഴേ പറഞ്ഞു, ഇങ്ങനെ ഒരച്ഛൻ, ഒരു ജർമ്മനിയിൽ നിന്ന് ഒരച്ഛൻ, ഒരു സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ അച്ഛൻ കൊട്ടിയത്തിന് പോകാനായിട്ട് എയർപോർട്ടിൽ വന്നപ്പം ടാക്സിക്കാരോട് പറഞ്ഞു കൊട്ടയം എന്ന് പറഞ്ഞു. അപ്പം അവരോർത്ത് കോട്ടയായിരിക്കും, കൊട്ടിയം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കൊണ്ടുവന്നാക്കി. അപ്പം അവര് അറിയിച്ചു പിതാവിനോടൊരു സായിപ്പച്ചൻ വന്നിട്ടുണ്ടെന്ന്. ചെന്ന് നോക്കിയപ്പം ഇങ്ങനെ ഒരു അച്ഛനാണ്, കൊട്ടിയത്തിന് പോകാൻ വന്നതാണ്, അന്ന് അവിടെ താമസിപ്പിച്ചു. അന്നേരം പിതാവ് പറഞ്ഞു, ഞാൻ 2 പിള്ളേരെ ഇങ്ങനെ വിടാനായിട്ട് നോക്കിയിരുന്നിട്ട് എന്നും ആകുന്നില്ല, അത് ഞാൻ കൊണ്ടുകൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പഠിപ്പിച്ചോളാം, അവിടെ താമസിച്ചോളാം, സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താമസിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പിതാവ് എല്ലാം അതിന്റെ പ്രോസസ് എല്ലാം നടത്തി. എന്നിട്ട് ഞങ്ങള് കരിങ്ങുന്ന് തട്ടായത്ത് അന്നമ്മ, അതെ, ഞങ്ങൾ 2 പേരുമായിരുന്നു. അപ്പം അന്നമ്മയും ഈ കൂടെ ഉണ്ടായിരുന്നു. പഠനമൊക്കെ കഴിഞ്ഞിട്ട് പിതാവ് പറഞ്ഞു ഞങ്ങളോട് ഒന്നുകൂടെ ഇവിടെ വന്നപ്പം, ഞങ്ങള് പ്രോമിസ് ആണല്ലോ ആദ്യമേ ചെയ്തത്. അപ്പം ഞങ്ങള് ഇവിടെ സെമി പബ്ലിക് പ്രൈവറ്റ് ഹൗസ്, അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് 1,000 രൂപരേഖയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്, അതെടുക്കണമെന്ന് പറഞ്ഞു. അതിന് വെളിക്കാരത്തിൽ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പോവുക എന്ന് പറഞ്ഞ് പുള്ളി പോയി. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇതിനകത്തൊക്കെ എന്നാ കാര്യം ഇരിക്കുന്നത്? മേലച്ഛനും പറഞ്ഞു, നീ ഇപ്പൊ ഏതായാലും നല്ല തീരുമാനം എടുത്താ, അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനതനുസരിച്ച് അങ്ങ് പോയി. അപ്പൊ അന്നമ്മ പിന്നെ വന്നില്ല. അങ്ങനെയാ. അല്ല, അപ്പം സിസ്റ്ററിന് ഇതിൽ നിന്ന് മനസ്സിലായത്, ഇപ്പം തറയപ്പിതാവിന്റെ ഉദ്ദേശം എങ്ങനെയായിരുന്നു? അത് പുള്ളി എന്താണ് ലക്ഷ്യം വെച്ചത്? ഇങ്ങനെ ഒരു സമൂഹം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം തോന്നാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനം എന്താണ്? സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനായിട്ട് സാധാരണക്കാരുടെ വേഷം. അപ്പൊ നമ്മളെ പെട്ടെന്ന് ആളുകൾ അംഗീകരിക്കും. അവരിൽ ഒരാളാണ് നമ്മള്. ഒരു കന്യാസ്ത്രീ ആണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അവര് വലിയ ഭവ്യതയോടുകൂടിയാണ് അവർ കാണുന്നത്. അപ്പൊ നമ്മളിപ്പം അവരിൽ ഒരാള്, അപ്പൊ നമ്മളോട് കാര്യങ്ങൾ പറയാനും ഒക്കെ അവർക്ക് നല്ല ഒരു താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സഭ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. പിതാവ് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ
ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. ആവശ്യത്തിലിരിക്കുന്നവരെ അറിഞ്ഞ് സഹായിക്കുക, അവരുടെ കൂടെ ആയിരിക്കുക, അവരുടെ വിഷമത്തിൽ പങ്കുചേരുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ചെയ്യേണ്ടിയിരുന്നത്. പിതാവിന്റെ സങ്കല്പങ്ങൾ ഇത് തന്നെയായിരുന്നു. പിതാവിന്റെ സങ്കല്പങ്ങൾ ഇതായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വളരെ സന്തോഷമായി. അപ്പൊ ഇതിങ്ങനെ സ്റ്റാർട്ടിങ് മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു സിസ്റ്റർ ഒറ്റയ്ക്ക്? അത് ഞാൻ ഓർത്തു അതൊക്കെ ആയിക്കോളും, ദൈവം തിരുവനന്തപുരം ഇതിലെ ആയിക്കോളും. പിന്നെ ഇപ്പൊ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഞങ്ങള് കപ്പലേ കയറി അങ്ങ് പോയി. അത് കപ്പലയിലാ പോകുന്നത്. അത് കൊച്ചിയിൽ നിന്നായിരുന്നു കപ്പല്. പിന്നീട് ആയപ്പോഴത്തേക്കും അവിടെയൊക്കെ മണ്ണ് അടിഞ്ഞത് കൊണ്ട് കപ്പൽ വരികയില്ല. ബോംബെയില ഞങ്ങൾ തിരിച്ചു വന്നത് ബോംബെയിലാ. അപ്പൊ ഞങ്ങള് ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി ജർമ്മനിക്ക് പോയി. അവിടെ ചെന്നിട്ടോ അവിടെ ഒരു വാക്ക് പോലും പഠിക്കാതെ പോയോ. ജർമ്മൻ ഉണ്ടെന്ന് മാത്രം പിതാവ് പറഞ്ഞു. അപ്പൊ എന്നിട്ട് അവിടെ ചെന്ന് അവരൊക്കെ സംസാരിക്കുന്ന കേട്ടപ്പോഴത്തേക്കും അന്നമ്മ പറഞ്ഞു, എന്തോ ഒരു കഷ്ടം, നമ്മൾ കളിപ്പീരായിപ്പോയി, നമ്മളെങ്ങനെ പഠിക്കാനായത്, അവരൊക്കെ ചിരിക്കുന്നു, കളിക്കുന്നു, വർത്തമാനം പറയുന്നു, വല്ലതും അറിയാവോ. ഞങ്ങളിങ്ങനെയൊക്കെ കേട്ടൊക്കെ ഇരിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങള് ഓരോരുത്തരെ ഓരോ ജർമ്മൻകാരികളുടെ കൂടെയാക്കി മുറിയിലാക്കി, എന്നിട്ട് ജർമ്മൻ മാത്രമേ പറയാവുള്ളൂ എന്ന് പറഞ്ഞു. കൊച്ചു പിള്ളേരെ പോലെ അതെന്നാ ഇതെന്നാ എന്നൊക്കെ ചോദിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലോ, പഠിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ഭാഷയോട് നമുക്കൊരു താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഒരു മാസമൊക്കെ ആയപ്പോഴത്തേനും കുറേശ്ശെ പറയാറായി. പിന്നെ അവർ എൻകറേജ് ചെയ്യുന്ന ഒരു രീതിയാ, ഏതാണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യും. നിങ്ങൾ നന്നായിട്ട് ജർമ്മൻ പറയുന്നുണ്ട് എന്നൊക്കെ അവർ പറയും. അപ്പൊ നമുക്കൊന്നുകൂടെ ഒരു സന്തോഷമാവും. അങ്ങനെ പിന്നെ കോളേജിലാണെങ്കിലും അവര് പറയുന്നതെല്ലാം ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിലും പിന്നെ പരീക്ഷയ്ക്കൊക്കെ ഓറൽ എക്സാമിനേഷനാണ്. അപ്പൊ നമ്മള് ഈ മുറി ജർമ്മൻ ഭാഷയിലൊക്കെ പറഞ്ഞാലും അവർക്ക് നല്ല കൺസിഡറേഷനാണ് പ്രൊഫസർമാരൊക്കെ. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പം അങ്ങ് ചെന്നു, നമ്മൾ എത്ര നാള് അങ്ങനെ പുറത്ത് നിൽക്കേണ്ട വന്നു ഒരു പഠിത്തം തുടങ്ങാൻ? ഞാനിപ്പോ 4-5 മാസം നിന്നു. അത് കഴിഞ്ഞപ്പം കോളേജ് തുറന്നു. അങ്ങനെ അപ്പം അവിടെ ചെന്നപ്പോഴേ ഇങ്ങനെ മെഡിസിൻ ഉദ്ദേശിച്ച് തന്നെയാണ് ഇവിടുന്ന് പോയത്? അതെല്ലാം മെഡിസിൻ ഉദ്ദേശിച്ചാ പോയത്. എല്ലാം പേപ്പേഴ്സ് എല്ലാം കൊടുത്തു. അങ്ങനെയാണ്. പിന്നെ അവിടെ കൊണ്ട് അതെല്ലാം പേപ്പേഴ്സ് എല്ലാം കൊടുത്തിട്ട്. എത്ര വർഷം പഠിത്തമായിരുന്നു അവിടെ? അത് 6 വർഷം. 6 വർഷം. അത് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ അവിടെ ഒന്നുകൊണ്ട് പഠിക്കണം. അതൊക്കെ ആദ്യത്തെ 2 വർഷത്തേക്ക് അങ്ങനെയൊക്കെയുള്ള. അതൊക്കെ ഇപ്പം നമുക്ക് അവര് പറയുന്ന മനസ്സിലായില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു. ഇന്റർമീഡിയറ്റ് വരെ പഠിച്ചുകൊണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പരീക്ഷയ്ക്കെല്ലാം ഓറൽ എക്സാമിനേഷനാണ്, റിട്ടണില്ല. അവരൊക്കെ നമ്മളോട് ഇങ്ങനെ ഒരു 4 പേരുള്ള ഒരു ഗ്രൂപ്പാണ് സ്റ്റുഡൻസ്. അപ്പോൾ അവര് ചോദിക്കുന്നു, ഒരാൾ ചോദിച്ചിട്ട് അറിയത്തില്ലെങ്കിൽ മറ്റൊരാളോട് ചോദിക്കുന്നു. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ എല്ലാം പാസ്സായി, കുഴപ്പമില്ലാതെ പോയി. അതൊക്കെ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഇന്ന് ഞാൻ ആലോചിച്ച് നോക്കിയതൊക്കെ ഒരു അതിശയാണ് നടന്നത്. അപ്പൊ അതിങ്ങനെ അവിടുത്തെ പഠിത്തം കഴിഞ്ഞ അവിടെ തന്നെ ജോലി തുടങ്ങിയോ? എങ്ങനെയാ അതിന്റെ രീതി? പഠിത്തം കഴിഞ്ഞപ്പം 2 വർഷം ഹൗസ് സർജൻസി ഉണ്ട് അവിടെ. അപ്പം 6 വർഷത്തെ പഠനം കഴിഞ്ഞു. ഒന്ന് നാട്ടിൽ വരണമെന്ന് വലിയ ആഗ്രഹമാണ്. വന്നിട്ടില്ല. ഫോൺ ചെയ്യാനുള്ള സൗകര്യം ഒന്നുമില്ല. അപ്പം വലിയ ആഗ്രഹമാണ്. എന്നിട്ട് ഞങ്ങള് പിന്നെ ഇവിടുന്ന് ആരെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നോ? എഴുത്ത് കപ്പൽ വഴിയാ എഴുത്തൊക്കെ. 1 മാസം എടുക്കും. പിന്നെ മറ്റേത് എയർമെയിലൊക്കെ ആണെങ്കിൽ 2 ആഴ്ചയൊക്കെ എടുക്കുമായിരുന്നു. പിതാവിന്റെ ലെറ്ററോ അങ്ങനെയൊക്കെ വരുവാ? പിതാവിന്റെ ലെറ്ററും വീട്ടുകാരുടെ ലെറ്റർ വരും, അച്ഛന്റെ ലെറ്റർ വരും, അങ്ങനെയൊക്കെയാ. അതൊക്കെ വലിയ കാര്യമായിട്ട്. സാമ്പത്തിക സഹായം നൽകുന്ന മറ്റേ അച്ഛനാണോ? അച്ഛന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അച്ഛനും ഞങ്ങളെ ഇടയ്ക്ക് ഞങ്ങളെ ജർമ്മൻ പഠിപ്പിച്ചു. പിന്നെ വല്ലയിടത്തും ഒക്കെ കൊണ്ടുപോകും. ഒയ്ജീൻ ബ്രുക്കർ, ഫാദർ ഡോക്ടർ ഒയ്ജീൻ ബ്രുക്കർ, ഒരു ഔഗസ്റ്റീനൻ സെന്റ് അഗസ്റ്റിൻ മൊണാസ്ട്രിയിലെ ഒരു വൈദികനാണ്. അദ്ദേഹം വളരെ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള അച്ഛനാണ്. അപ്പം വളരെ സരസനാണ്. സംസാരമൊക്കെ വളരെ രസകരമായിട്ട് സംസാരിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കൊച്ചു പിള്ളേരുടെ പോലെയാ.
അച്ഛനെ അവിടുത്തെ ആൾക്കാരൊക്കെ വലുതല്ലേ, നല്ലത്. പിന്നെ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് കൊണ്ട് ഞങ്ങളെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകും, പുറത്തു കാണിക്കാനൊക്കെ കൊണ്ടുപോകും. ഞങ്ങൾ രണ്ടുപേരും വണ്ടിയെ പോവും. പിതാവ് അച്ഛൻ്റെ കൂടെ ബെൻസ് കാറുണ്ട് അച്ഛന്, അങ്ങനെ പോവും. ഹൗസ് സർജൻസി 2 വർഷം അങ്ങനെ ഉണ്ടായിരുന്നു. 2 വർഷം. എന്നിട്ടോ പരീക്ഷ കഴിഞ്ഞിട്ട് അല്ല, ഹൗസ് സർജൻസിക്ക് മുമ്പേ തന്നെ ഞങ്ങൾക്കൊന്ന് നാട്ടിൽ വരണം എന്നുള്ള ആഗ്രഹം വളരെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ഏഷ്യൻ ഒരു ഫെഡറേഷൻ ഉണ്ട്, അവിടെ അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് നാട്ടിൽ പോകണം, പൈസ ഇല്ല എന്ന് പറഞ്ഞു കപ്പലിൽ പോകാനായിട്ട്. അപ്പോൾ അവർ സാങ്ഷനാക്കി പൈസ തന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കപ്പലിൽ, നാട്ടുകാരുടെ ചെലവില്, അതെ നാട്ടുകാരുടെ ചെലവിൽ പോന്നു. അന്ന് ബോംബെയിൽ ഇറങ്ങണം, ബോംബെ വന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെയും എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, തെക്കനാട്ടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. പുള്ളി കൈപ്പഴിയാണ് പുള്ളിക്കാരൻ്റെ വീട്, വീട്ടുകാർ ഞാൻ മറന്നുപോയി. അപ്പം അന്നമ്മയ്ക്കും റിലേഷനാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ അവർ വന്ന് കപ്പലേ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് ഞങ്ങൾക്കൊരു, പിന്നെ ബോംബെയൊക്കെ ഒന്ന് കാണിച്ചു. 2 ദിവസം അവിടെ താമസിച്ചിട്ട് പിന്നെ ഞങ്ങളെ ട്രെയിനെ കയറ്റി വിട്ടു. ഇപ്പം എറണാകുളത്തേ ഉള്ളു ട്രെയിന്. അവിടെ വന്നപ്പോഴത്തേക്കും മ്യാലച്ചനും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 2 പേരും വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ഇവിടെ നിങ്ങൾ പോയ സമയത്ത് അന്നേരം തുടങ്ങി. അത് 62 തുടങ്ങി. ശരി, ഞങ്ങൾ അവിടെ ആയിപ്പോയി. അന്നേരം ഒരു പിതാവ് ഒരു ലെറ്റർ എല്ലാ ഇടവകയിലേക്ക് അയച്ചു. അങ്ങനെ ഒത്തിരി പേര് ധ്യാനത്തിന് പങ്കെടുക്കാൻ വന്നു. അങ്ങനെ 16 പേര് മറ്റും ഇവിടെ ആ സമയത്ത് വന്നു. അപ്പൊ അതിലിപ്പം 10 പേരുണ്ട്. അന്നത്തെ 10 പേരുണ്ടോ? 10 പേരുണ്ട്. അപ്പൊ അങ്ങനെ ഇവരൊക്കെ ഉള്ളിടത്തേക്കാണ് ഞങ്ങൾ വരുന്നത്. ആദ്യത്തെ വരവ്. നാട്ടിൽ പിന്നെ എത്ര നാൾ കഴിഞ്ഞ് പോയി? പിന്നെ വീണ്ടും ഏകദേശം ഒരു വർഷത്തോളം താമസിച്ചു. അപ്പം പിതാവ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് ഡോക്ടർ റോഡയുടെ രീതികളൊക്കെ കണ്ടു, പിന്നെ ഇവിടുത്തെ രോഗങ്ങളെ പറ്റിയൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു. എന്നും ഹോസ്പിറ്റലിൽ പോയി. പിന്നെ വീക്കെൻഡിൽ വീട്ടിൽ പോകാനും ഒക്കെ അവസരം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി. അപ്പൊ അതൊരു നല്ല അനുഭവമായിരുന്നു. പിന്നെ വീണ്ടും തിരിച്ചു ജർമ്മനിക്ക് തന്നെ 1 വർഷം കഴിഞ്ഞിട്ട് ജർമ്മനിക്ക് പോയി. അത് കപ്പലേല് ഇവിടെ ബോംബെ ചെന്നിട്ടാ വീണ്ടും പോകുന്നത്. അപ്പൊ അങ്ങനെ ജർമ്മനിയിൽ എവിടെയായിരുന്നു അന്നത്തെ? വീർസ്ബർഗ്. അവിടെയായിരുന്നു. ജോലിയിലേക്ക് പ്രവേശിക്കുമായിരുന്നോ? എങ്ങനെയാ എന്റെ? പിന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഇപ്പൊ ഈ അച്ഛൻ ഒരു മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും പറഞ്ഞ് ആണ് ഈ സ്ഥാപനത്തിന്റെ പേര്. അപ്പൊ അവർക്കൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെയാണ് ഞങ്ങൾ ആദ്യം ഹൗസ് സർജൻസി ചെയ്തത്. അപ്പൊ അവിടെ ചെയ്തപ്പം നമുക്ക് അന്നേരം പൈസയൊന്നും തരികയില്ല, ഭക്ഷണം കഴിക്കുക, അവിടെ താമസിക്കാം. അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ഓർത്തു എന്നാ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ കൊല്ലാപുറമ്പിലച്ഛൻ റോമിന്ന് വന്നിട്ടുണ്ട് ജർമ്മനിയിൽ അവധിക്ക്. അപ്പൊ അച്ഛനോട് ചോദിച്ചപ്പം അച്ഛനൊരു സ്ഥലം പറഞ്ഞു തന്നു. അപ്പം അച്ഛനവിടെ വന്ന് താമസിക്കാറുള്ളതാ. ഞങ്ങളവിടെ ഊണാന്ന് പറയും. അവിടെ പോയി ഞങ്ങള് ഹൗസ് സർജൻസിയൊക്കെ ചെയ്തു. നല്ല സ്ഥലം, സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥലം, ഒരു ആശുപത്രിയൊക്കെയാ. അങ്ങനെ ഞങ്ങള് അത് കഴിഞ്ഞ് പിതാവ് നോക്കിയിരിക്കുക എത്രയും വേഗം വരാനായിട്ട്. എഴുത്തൊക്കെ അയക്കും. പിതാവിന്റെ എഴുത്തുകളൊക്കെ 2-3 എൻ്റെ ഈ പുസ്തകത്തിലുണ്ട്. പിതാവിന്റെ ഉണ്ട്, കുന്നശ്ശേരി പിതാവിന്റെ ഉണ്ട്. കുന്നശ്ശേരി പിതാവിന്റെ കൂടുതല്. പിതാവ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പം എന്നെക്കൂടെ കൂട്ടി ഈ ഓരോ പ്രോജക്റ്റ് ആയിട്ട് പോവല്ലോ ഓഫീസുകൾ. അന്നേരം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാനാ, ജർമ്മൻ ഭാഷ പിതാവ് പറയുന്ന കാര്യങ്ങള്. അത് എനിക്ക് നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം പിതാവിന് വലിയ സന്തോഷമായി. ഇങ്ങനെയൊക്കെ അങ്ങനെ പിതാവിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്തു. അപ്പം വേറെ ആരും അവരുടെ ബെനിഫാക്ടേഴ്സിനെ പരിചയപ്പെടുത്തുക മറ്റുള്ളവർക്ക്. പിതാവിന് ഞാൻ എല്ലാരെയും പരിചയപ്പെടുത്തി കൊടുത്തു. അത് കാരണം രൂപതയ്ക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായി. അത് പിതാവ് തന്നെ സ്മൃതിപഥത്തിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്. അപ്പൊ അവിടെ വന്നിട്ട് പിന്നെ എത്ര നാളെ ജോലി തുടർന്നു? അവിടെ ഞങ്ങള് ഹൗസ് സർജൻസി കഴിഞ്ഞ്
പിതാവ് നോക്കിയില്ല ഇരിക്കുന്നത്, എത്രയും വേഗം വരണമെന്ന്. അതെ അതെ. അപ്പം ഞാൻ അന്നേരം അങ്ങനെ ഹൗസ് സർജൻസി കഴിഞ്ഞ് ഉടനെ ഞാനിങ്ങനെ തിരിച്ചു പോന്നു. അന്നമ്മയ്ക്ക് അയർലൻഡിൽ പോകണം, ഇംഗ്ലീഷ് പഠിക്കണമെന്ന് പറഞ്ഞു. അന്നമ്മ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് അന്നമ്മ 1 വർഷം കഴിഞ്ഞാണ് വന്നത്. പിന്നീട് ഞങ്ങളിവിടെ കാരിത്താസിൽ ജോലി ആരംഭിച്ചു. ജർമ്മനി തിരിച്ചു പോന്നു. കാരിത്താസിൽ ആരംഭിച്ചു. 66 മറ്റാണല്ലോ വന്നത്. അന്നേരം ഡോക്ടർ ഓടയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഞങ്ങളവിടെ വന്ന് ഹോസ്പിറ്റലിലെ രീതികളൊക്കെ കണ്ടു. അങ്ങനെയൊക്കെ ഇവിടെ ജോലിയിൽ അതിപ്പോ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പം നമുക്ക് പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നടന്ന് ജോലി ചെയ്തു. പെഡിയാട്രിയിലുണ്ടായിരുന്നു, ഫിസിഷ്യനായിട്ട് ജോലി ചെയ്തു, പിന്നെ സർജറിയിലുണ്ടായിരുന്നു, ഇപ്പോൾ ഓപ്പറേഷൻസും ഒക്കെ അസിസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ റൗണ്ട്സിന് പോകും അവരുടെ കൂടെയൊക്കെ. അങ്ങനെ കഴിഞ്ഞപ്പം പിതാവ് പറഞ്ഞു, ഞാൻ 1 വർഷത്തേക്ക് തിയോളജി പഠിക്കാനായിട്ട് ഗോവയ്ക്ക് പോകണമെന്ന്, മാതർ ഡേ. എനിക്ക് ഇവിടെ നിന്ന് വലിയ പരിശീലനമൊന്നും കിട്ടി, പിതാവിന്റെ നേരിട്ടുള്ള പരിശീലനമല്ലേ കിട്ടിയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പിതാവ് അത് എല്ലാം ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടിട്ട് തറയപ്പിതാവ് 1 വർഷത്തേക്ക് അവിടെ വിട്ടു. മാതർ ഡേ ഓൾഡ് ഗോവയില. അവിടെ 1 വർഷം പല പ്രൊഫസർമാരും വന്ന് ക്ലാസ് എടുത്ത് ഒത്തിരി മരിയോളജിയും ഇതെല്ലാം നന്നായിട്ട് പഠിച്ചു. തിരിച്ചു വന്നു. അന്നേരമാണ് ഈ മലബാർ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചോണ്ട് പോയി, നടക്കാൻ പോയി പിതാവേ. എന്നിട്ട് പറഞ്ഞു, നിനക്ക് മലബാറിന് പോകാൻ പറ്റുമോ? ഞാനൊരു ആശുപത്രി തുടങ്ങാനിരിക്കുക മലബാറിൽ, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം പിതാവിന് സന്തോഷമായി. പിന്നെ പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം നീക്കി അങ്ങോട്ട് വിടാനുള്ള സൗകര്യങ്ങള്. പിന്നെ അവിടെ ഞങ്ങളുടെ CMO ഡോക്ടർ ജോസഫ് വർഗീസ് നല്ലൊരു ഡോക്ടറായിരുന്നു, കാരിത്താസില്, കാഞ്ഞിരപ്പള്ളിക്കാരനാ. പുള്ളിയായിരുന്നു അന്നേരം CMO. ആദ്യത്തെ ഈ CMO ആയിട്ട് സായിപ്പ് പോയപ്പം പുള്ളിയാണ് ആക്കിയിരുന്നത്. പുള്ളിയോട് ഇങ്ങനെ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേനും പുള്ളി ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി, എന്ത് മെഡിസിൻസ് ഒക്കെ വേണം, എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളതെല്ലാം എല്ലാം തയ്യാറാക്കി എനിക്ക് തന്നു. അപ്പം അതനുസരിച്ചൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ എന്നിട്ടൊരു ഇതില പോകുന്ന വാനയില, പഴയ വാനയില. ഞങ്ങള് ഈ സീനിയർ ചൊള്ളമ്പേലച്ചൻ സ്റ്റീഫൻ ചൊള്ളമ്പേൽ വന്ന് കുർബാന ചൊല്ലി ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് 6 മണിയായപ്പോൾ തിരിച്ചു. പഴയ വണ്ടിയാ, കുത്തി നിറച്ച് സാധനങ്ങൾ. ആശുപത്രിയിലേക്ക് പോവാ, മലബാറിന് പോവാ. 7 പേരുണ്ട് ഞങ്ങൾ 7 പേരും. ഒത്തിരി സാധനങ്ങള്, കൊട്ടവട്ടി മുതലെല്ലാ സാധനങ്ങള്. അങ്ങനെയൊക്കെ ഞങ്ങള് അങ്കമാലി ചെന്നപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പൊ അത് ടെലിഫോൺ ഓഫീസിന്റെ ഫ്രണ്ടിലാ വണ്ടി നിന്നത്. ഞാൻ പിന്നെ ഉടനെ ചെന്ന് പൊന്നശ്ശേരി പിതാവിനെ ഫോൺ ചെയ്തു, ഇങ്ങനെ ഞങ്ങള് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഞങ്ങളിവിടെ കിടക്കുവാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, അവിടെ ഇരുന്നോ, ഞാൻ ഈ ഊരാളിലച്ഛനെ ഉണ്ടാവുന്ന ജൂനിയർ ഊരാളി ഉണ്ടാവെന്ന് പറഞ്ഞു. അപ്പം തൊട്ടടുത്തൊരു വീട്, അവർക്ക് മക്കളില്ല, അയാള് റേഷൻ കടയാ, അയാള് കടയിൽ പോയിരിക്കുക, ഭാര്യ മാത്രമേ ഉള്ളൂ. അവര് പറയും, നിങ്ങൾ ഇവിടെ ഇരുന്നു, ഞങ്ങൾ 7 പേരുണ്ട്, ഞങ്ങള് ചോറ് കാപ്പി എല്ലാം കയ്യിലുണ്ട്. 8 മണിയായപ്പോ അവിടെ എത്തിയതാ. അപ്പം കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളവിടെ ഇരുന്നു. അച്ഛൻ അവിടുന്ന് വന്നത് 2 മണിയാമറ്റോ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അവിടെ വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചോറുണ്ടു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പിന്നെ കെട്ടുകളാക്കി, അതും ഒരു 36 കെട്ടുകളാക്കി. എന്നിട്ട് 2 ടാക്സിയിലാക്കി ഞങ്ങൾ അവിടുന്ന് പോയി. അവിടെ അങ്കമാലിന്നാ ട്രെയിനിൽ കയറിയത്. അപ്പം 5 മിനിറ്റ് ഈ ട്രെയിൻ സാധനം കയറ്റാനുണ്ടായിരുന്നതുകൊണ്ടൊക്കെ ആ ട്രെയിൻ താമസിപ്പിച്ച് അയാള് ഞങ്ങളെ കയറ്റി വിട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെല്ലുമ്പം കണ്ണൂർ ചെല്ലുമ്പം ബ്രദർ ഊരാളി ബ്രദറുണ്ട്, അദ്ദേഹത്തെ പോയി കാണാൻ പറഞ്ഞു. അദ്ദേഹം ബാക്കി കാര്യങ്ങൾ ചെയ്തോളും പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാം കെട്ടും കിടയെല്ലാം അവിടെ ഇവരെയും ബാക്കിയുള്ളവരെയും അവിടെ നിർത്തിയിട്ട് ഈ കാവിലെ ആനി ഞാനും കൂടെ
പോയി. അന്നേരം ഇവര് നോക്കുമ്പോഴത്തേക്ക് ഇത് അഭയാർത്ഥികൾ പോലെ കെട്ടുകടയെല്ലാം ആയിട്ട് വന്ന് ഈ അവര് ടിക്കറ്റ് ചോദിച്ചു. ടിക്കറ്റ് മറ്റേ ഞങ്ങളുടെ കയ്യിലായിരുന്നു. അങ്ങനെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചെന്നു. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞങ്ങള് ശ്രീകണ്ഠാപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ടാക്സിക്ക് പോയി, 2 ടാക്സിക്ക്. അവിടെ ചെന്നപ്പം മഴയും റോഡെല്ലാം വളരെ മോശം, ടാക്സി പോയല്ല. അങ്ങനെ പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും അച്ഛൻ കോന്തമറ്റത്തിൽ അച്ഛനായിരുന്നു, സൈമൺ കോന്തമറ്റം. പുള്ളി കിടന്ന് ഉറങ്ങുക. പുള്ളിയൊന്നും അറിഞ്ഞില്ല. പിതാവ് എഴുത്തൊക്കെ അയച്ചതാ. ഇനി എഴുത്ത് താമസിച്ചു കിട്ടുന്നില്ല. അപ്പം ഞങ്ങള് കാപ്പിയൊന്നും കുടിക്കാതെയാ ചെല്ലുന്നത്. ഉച്ചയാകാറായി. പിന്നെ വേഗം പിതാവിന്റെ ബോയിയും അച്ഛന്റെ ബോയിയും പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരും കൂടെ കൂടിയൊക്കെ പെട്ടെന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു. ചെല്ലുക 7 പേര്, 2 പേര് കിച്ചണിലേക്ക്, പിന്നെ ഒരാള് ലാബ്, ഒരാള് നേഴ്സ്, ഡോക്ടർ, ഒരു ഓഫീസ് സ്റ്റാഫ്, എല്ലാവരും ഉണ്ട്. അപ്പം വളരെ നല്ല ഒരു ആദിമ ക്രൈസ്തവ സഭയുടെ സന്തോഷത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ജീവിച്ചതും അങ്ങനെയാ. അങ്ങനെ ആ 3 വർഷം വളരെ സന്തോഷപ്രദമാണ്. ഞങ്ങൾ പോയത് 72 ഓഗസ്റ്റ് 72 പോകുന്നത്. അപ്പം എല്ലാം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പം പിതാവ് പറഞ്ഞത് അവിടെ പണിതോളാനാ. കോന്തമറ്റത്തിലെത്തന്നെ അവിടെ വന്ന് കണ്ടിട്ട് ഇത് പറ്റിയതല്ല, വഴിയില്ല. പിന്നെ ആളുകൾ ശ്രീകണ്ഠാപുരത്ത് നിന്നല്ല, അവിടെ നിന്ന് 10 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം, അലക്സ് നഗറില്. അപ്പോ ഒരു പുഴയുടെ തീരത്താ. അങ്ങനെയുള്ള സൗകര്യക്കുറവുള്ളത് കൊണ്ട് അച്ഛൻ ചെന്ന് പറഞ്ഞു. എന്നാലും പറഞ്ഞു അത് കുഴപ്പമില്ല, അത് ഈ സ്റ്റീഫൻ വീട്ടുപേര് മറന്നുപോയി. അച്ഛൻ പറഞ്ഞു അവിടെ തന്നെ പണിയണ്ട, പയ്യാവൂരിനും മടപത്തിനും ഇടയ്ക്കാണ് ഈ സ്ഥലം കിടക്കുന്നത്, അതുകൊണ്ട് ഇവിടെ തന്നെ പണിതാ മതി എന്ന് പറഞ്ഞതുകൊണ്ട് പിതാവിന്റെ പഴയ കെട്ടിടമായിരിക്കും അവിടെ കിടക്കുന്നത്. പഴയ കെട്ടിടം കപ്പലിന്റെ ഉണക്കാനായിട്ട് ഒരു ചെറിയ കെട്ടിടം ഉണ്ടായിരുന്നു. അവിടെയാണ് ഇത് തുടങ്ങാൻ പോകുന്നത്. അവിടെയല്ല, അല്ലാതെ ആശുപത്രി പണിതു. കോന്തമറ്റത്തിന് അവിടെയാ താമസിച്ചോണ്ട്. ഞങ്ങളവിടെ ചെന്നപ്പോഴേ അച്ഛനെ അവിടെ നിന്ന് ഇറക്കി ആശുപത്രിയിലേക്ക് മാറ്റി. ഈ പാമ്പുകളുടെ ഇഷ്ടം പോലെ വിഷപ്പാമ്പുകൾ. പിന്നെ ഒരു ദിവസം അച്ഛൻ കുർബാനയിൽ നിന്ന് ടേബിളില് മൂർക്കം പാമ്പ്, പിന്നെ ഒരു പ്രാവശ്യം കോഴിക്കൂട്ടിൽ മൂർക്കം പാമ്പ്. പിന്നെ ചിലപ്പോൾ ഞങ്ങള് പേഷ്യന്റിനെ നോക്കാൻ ചെല്ലുമ്പം ആശുപത്രി കൂടെ പാമ്പിന്റെ ശല്യം. അപ്പം കറണ്ട് ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയത് തന്നെ 1 വർഷം. കോന്തമറ്റത്തിൽ നേരത്തെ തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് കറണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടി. അത് വലിയൊരു ഉത്സവമായിരുന്നു നാട്ടുകാർക്കൊക്കെ കറണ്ട് കിട്ടിയത് എല്ലാവർക്കും. അപ്പോഴത്തേക്കും പറഞ്ഞു ഇനിയിപ്പം വിഷചികിത്സ തുടങ്ങണം, പ്രസവം എടുക്കണം. അവിടെ പാമ്പ് ശല്യത്തിന് ഭയങ്കര പിന്നെ പാപ്പനശ്ശേരി കൊണ്ടുപോകണം, 30 കിലോമീറ്റർ അകലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരെയും ചെല്ലുമ്പോഴത്തേനും ചിലപ്പോൾ രോഗി മരിക്കും. അപ്പം ഞങ്ങൾ അവിടെ എഴുതിയും വെച്ചു, എല്ലാ പള്ളികളിലും വിളിച്ചു പറഞ്ഞു വിഷചികിത്സ ഇവിടെ ലഭിക്കുമെന്ന്. പക്ഷെ ആരും പൈസ തരാൻ പാവപ്പെട്ടവരാ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വിദേശത്തു നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവരെല്ലാം ചികിത്സിച്ചു. അന്നേരം പഴയ ബന്ധങ്ങളായിരുന്നോ? ജർമ്മനിലുള്ള ബന്ധം കൊണ്ടാണോ പൈസ? പിന്നെ അതുകൊണ്ടാണ്. അതൊക്കെ എനിക്ക് അത് കഴിഞ്ഞ് പിന്നെ കൂടുതൽ നാളോടെ ജോലി ചെയ്തില്ലല്ലോ, എനിക്ക് പോകുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 75 വീണ്ടും പോയി. പിന്നെ പോയി. അന്നേരം ഈ ബന്ധങ്ങളെല്ലാം ഒന്നുകൂടെ പുതുക്കി. അന്നേരമാണ് ശരിക്കുള്ള ഒരു ബന്ധം ഉണ്ടായത്. പിന്നെ കുന്നശ്ശേരി പിതാവ് 2000 രൂപ തന്നു വിട്ടു പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട്. ബാങ്കിലിട്ടോളാൻ പറഞ്ഞു. ശ്രീകണ്ഠാപുരത്ത് ബാങ്കിലിട്ടിട്ട് കുറേശ്ശെ എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ എഴുതി. അങ്ങനെ വിദേശത്തു നിന്നും ഞങ്ങൾക്ക് ആദ്യത്തെ ആംബുലൻസ് വന്നു. ഈ 72 തുടങ്ങിയ ശേഷം 74 മറ്റേ ആംബുലൻസ് വന്നു. രോഗികളൊക്കെ ഉണ്ടോ? ഉണ്ട്. അത് 24 കട്ടിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് ഞാൻ 30 ആക്കി. പിന്നെ നിലത്ത് കിടത്തേണ്ടി വന്നായിരുന്നു. അപ്പം ചെറിയ കെട്ടിട അത് മിശ്രീറിന്റെ സഹായത്തോടു കൂടി പണിതാ. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും
എനിക്ക് പിതാവ് പറഞ്ഞായിരുന്നു ഇനി കുറച്ച് നാൾ ജോലി ചെയ്ത ശേഷം വീണ്ടും ജർമ്മനിക്ക് വിടാമെന്നേ. അങ്ങനെ 75-ൽ പോയി. അന്ന് ചെന്നപ്പോഴാണ് ഈ കൂടുതൽ ബന്ധങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെ അപ്പോൾ എൻ്റെ പ്രവർത്തനത്തെ പറ്റിയൊക്കെ കൂടുതൽ അറിയാനായിട്ട് ചിലരൊക്കെ വന്ന് എൻ്റെ കൂടെ അവിടെ താമസിച്ച് കുറച്ച് നാളൊക്കെ താമസിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർ പോരുമ്പോൾ അവിടെ ആരാ ആശുപത്രി നടത്തിപ്പാരാ? ഞാൻ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ എല്ലാം വളരെ തകരാറിലായിപ്പോയി. പേഷ്യൻസ് വരുന്നില്ല. പിന്നെ വേറെ ഡോക്ടറുണ്ടോ? ഡോക്ടർ ഉണ്ടായിരുന്നു, അവർ നിൽക്കുകയല്ല, പെട്ടെന്ന് മാറുക. അവർ ഇപ്പം പറഞ്ഞു പിന്നെ ഡോക്ടർമാരി അങ്ങ് പോട്ടെ, ഞങ്ങൾ ഡോക്ടർമാരെയൊക്കെ ആക്കാവുന്ന ഒരു അച്ഛൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ 2-3 ജൂനിയർ ഡോക്ടേഴ്സിനെ അച്ഛൻ വെച്ചു. പേഷ്യൻസ് വരുന്നില്ല. അങ്ങനെ 3 പേർക്ക് ശമ്പളം കൊടുക്കാനുള്ള ആസ്തിയൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് പിന്നെ എന്നോട് തിരിച്ചു വരണമെന്ന് പലരും പറഞ്ഞു. ജയരാജച്ചൻ പറഞ്ഞു ഡോക്ടർമാർ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ എനിക്കിനി വരാൻ പറ്റിയില്ല, എൻ്റെ അമ്മ പ്രായമായിട്ടിരിക്കുവാണ്, അതുകൊണ്ട് ഞാൻ ഇനി നാട്ടിലേക്ക് തന്നെ പോവുകയാണ് എന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല, എങ്കിലും ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു. ജർമ്മനിയിൽ നിന്ന് പോകുന്നു? അല്ല, ജർമ്മനിയിൽ നിന്ന് പോകുന്നു, അല്ല പയ്യാവൂരിൽ നിന്ന് തിരിച്ചു പോകുന്നു. പയ്യാവൂരിൽ നിന്ന് തിരിച്ചു പോകുന്നു. ജർമ്മനിക്ക് പോകുന്നത്? ജർമ്മനിക്ക് പിന്നെ 75-ൽ. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഇപ്പം രോഗികൾ വരാനുള്ള സൗകര്യം, യാത്രാ സൗകര്യം കുറവായതുകൊണ്ട് പയ്യാവൂർക്കൊരു OP തുടങ്ങാൻ പറഞ്ഞു. ആൾക്കാർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പള്ളിയുടെ കെട്ടിടം 25 രൂപ വാടകയ്ക്ക് പള്ളി കെട്ടിടത്തിൽ OP തുടങ്ങി. അവൻ ധാരാളം പേഷ്യൻസ്. പിന്നെ അഡ്മിറ്റ് ആക്കേണ്ടി വരെ ഞങ്ങളുടെ വണ്ടിക്ക് 56-ലേക്ക് അലക്സ് നഗറിലേക്ക് കൊണ്ടുപോകും. പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്നവരെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വിടും. അപ്പോൾ അവരവരുടെ ആംബുലൻസ് ഒരു ജീപ്പാണെന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരത്തി വഴി ആംബുലൻസ് കിട്ടി. ഓസ്ട്രിയയിലെ മീവ എന്ന് പറയുന്ന ഒരു സംഘടന, അത് വഴിയാണ് ഞങ്ങൾക്ക് ആദ്യം വണ്ടി കിട്ടിയത്. ആ വണ്ടി ഈ റോഡിന് പറ്റിയതല്ലാത്തതുകൊണ്ട് ഇവിടെ വാങ്ങുക ചെയ്ത വണ്ടി. അപ്പോൾ അത് കാക്കനാട്ടച്ചൻ പറഞ്ഞു നമുക്ക് ഇവിടെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു, വാങ്ങിച്ചു. അത് നല്ലതല്ലായിരുന്നു. പിന്നെ വേറൊരു മത്തായി അച്ഛനുണ്ടായിരുന്നു, ഉഴവുകാരൻ അച്ഛൻ, വെട്ടുകല്ലേൽ. പുള്ളി വഴിയായിട്ട് ഈ ഈശോക്കാരനൊരു അച്ഛൻ്റെ വഴിയായിട്ട് ഒരു ആംബുലൻസ് കിട്ടി. ആ ആംബുലൻസാണ് ഞങ്ങൾ പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് ഞാൻ പോരുമ്പോഴും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 75 വീണ്ടും ജർമ്മനിക്ക് പോയി. 75 വീണ്ടും ജർമ്മനിക്ക് പോയി. 80 വരെ അവിടെ ജോലി ചെയ്തു. അപ്പം ജനറൽ മെഡിസിനും എക്സ്റേ ആയിരുന്നു. എനിക്കൊരു എക്സ്റേ മെഷീനൊക്കെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമാണ്. ഞാനും എക്സ്റേ ഒക്കെ പഠിച്ചിട്ട് വേണമല്ലോ വരാൻ. അതുകൊണ്ടൊരു എക്സ്റേയിൽ ജോലി ചെയ്തു വേറൊരു ഹോസ്പിറ്റലിൽ. അപ്പോൾ അവിടുത്തെ ഡോക്ടർ എനിക്ക് ഒത്തിരി ആക്സസറീസ്, ഈ എക്സ്റേ മെഷീന് വേണ്ടിയ കുറേ അവർ പുതിയ മെഷീനൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്കും ഇതൊന്നും വേണ്ടാത്തതുകൊണ്ട് അച്ഛൻ കുറേയൊക്കെ തന്നു വിട്ടു, അല്ല ഡോക്ടർ തന്നു വിട്ടു. അങ്ങനെ അതൊക്കെ കൊണ്ട് ഞാൻ ഇവിടെ ഒരു നല്ല ഒരു എക്സ്റേ യൂണിറ്റ് തുടങ്ങി പയ്യാവൂർ. അല്ല, അത് അലക്സ് നഗറിൽ ആയിരുന്നു ആദ്യം കൊണ്ടുവന്ന് വെച്ചത്. അതിന് പിതാവ് പറഞ്ഞു അവിടെ ഇരിക്കട്ടെ, ഇത് എങ്ങനെയാണെന്ന് അറിയട്ടെ, ഇവിടെ നല്ല ഭാവി ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് കുറച്ച് താമസിച്ച. ആദ്യം ഉന്നശ്ശേരി പിതാവല്ലായിരുന്നു? ഉന്നശ്ശേരി പിതാവാണ്. ഉന്നശ്ശേരി പിതാവിന് തറപ്പിതാവ് മരിക്കുന്ന സമയത്ത് സിസ്റ്റർ എവിടെയായിരുന്നു? ഞാൻ 2ാം പ്രാവശ്യം പോയി ഒരു മാസം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അന്നേരം എന്നോട് പിതാവ് പറഞ്ഞു നീ പോയിക്കോ, 1 വർഷം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്നൊക്കെ പറഞ്ഞു. മരിക്കുന്ന സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു? ഇല്ല, ഞാൻ പോയി 2 ആഴ്ച മറ്റോ കഴിഞ്ഞപ്പോൾ മരിച്ചു. അത് പിതാവ് മരിക്കുന്നത് ഓഗസ്റ്റിലാന്ന് തോന്നുന്നു. ജൂലൈ ജൂലൈ ആയിരിക്കും. ജൂലൈ 25-ാം ദിവസം. ഞാനതിന് പിതാവിൻ്റെ ഒരു 25ാം ജൂബിലി വർഷം ചരമവാർഷികത്തിന് ഒരു പ്രബന്ധം അവതരിപ്പിച്ചതാ. തറയിൽ പിതാവും കാരിത്താസ് സെക്രട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ടും. അങ്ങനെ എന്നോട് പറഞ്ഞു വിട്ടു ഈ പെയിൻലെസ് നീഡില് സ്വീഡിഷ് സിറിഞ്ച അത് കൊടുത്തു വിടണമെന്ന് പറഞ്ഞു വിട്ടു. അവിടേക്ക് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എഴുത്തു വന്നു പിതാവ് മരിച്ചെന്നും പറഞ്ഞു. ആ സമയത്ത് വരാൻ പറ്റിയില്ല നമുക്ക്. ഇല്ല, വരാൻ പറ്റിയില്ല. ചെന്ന് അധികം താമസിയാതെയല്ലേ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൊടുത്തു വിടാനോ അയക്കാനോ ഒക്കെ പ്ലാൻ ഇട്ടിരുന്നത്. അതൊന്നും നടന്നില്ല. അതിന് പിതാവ് മരിച്ചു.
എന്നാലും ആ പിതാവ് റെഗുലറായിട്ട് എഴുത്തയക്കുമായിരുന്നു. കുന്നശ്ശേരി പിതാവാണെങ്കിലും റെഗുലറായിട്ട് എഴുത്തയക്കുമായിരുന്നു. വലിയ സന്തോഷത്തോടു കൂടിയാണ്. അപ്പം ഒത്തിരി നല്ല ബെനിഫാക്ടേഴ്സിനെ എല്ലാം പിതാവിന് പരിചയപ്പെടുത്തി കൊടുത്തു. അതൊക്കെ പിതാവിന് വലിയ കാര്യമായിപ്പോയി. അതുകൊണ്ടല്ലേ കോട്ടയം രൂപതയ്ക്ക് ഒത്തിരി ഒത്തിരി നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇപ്പം കുറച്ച് നന്മ വരുന്നത് എനിക്കിപ്പം വ്യക്തികൾക്കും സമൂഹത്തിനും ഒക്കെ നന്മ ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അതിപ്പം പിതാവ് പറഞ്ഞത് സാധാരണ വിദേശത്തൊക്കെ പഠിക്കാൻ പോകുന്നവർ അവരുടെ പരിചയപ്പെടുത്തുകയല്ല, ഞാനത് പിതാവിന് പരിചയപ്പെടുത്തി കൊടുത്തു. അതെല്ലാം പിതാവിൻ്റെ സ്മൃതിബോധത്തിലുണ്ട്. പല സ്ഥാപനങ്ങൾ നിർമ്മിക്കാനൊക്കെ അതെ അതെ. പല പള്ളികൾ, പല സ്വർഗറാണി, ബാംഗ്ലൂർ സ്വർഗറാണി, വേറെ ഏതാണ്ടൊക്കെ ഉണ്ട്. അത് നമ്മുടെ കൊല്ലാപുരം വില്ലച്ചനും ഒക്കെ പിതാവുമായിട്ട് സഹായം കൊണ്ടാണ്. ആ സഹായം കൊണ്ടാണ്, ജർമ്മൻകാരുടെ സഹായം കൊണ്ടാണ്. അപ്പോൾ ഞാനൊരു അച്ഛനെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ അച്ഛനാണ് അതിനെല്ലാം പൈസയൊക്കെ അയച്ചു കൊടുത്തത്. പിന്നെ അച്ഛനോട് വരികയും ചെയ്തു. അച്ഛനിവിടെയും വന്ന് മലബാറിലും വന്ന് ഞങ്ങളുടെയൊക്കെ പ്രവർത്തനമൊക്കെ നേരിട്ട് കണ്ട്, അതുപോലെ വിദേശികൾ പലരും, ജർമ്മൻകാർ പലരും വന്ന് അവിടെ താമസിക്കുകയൊക്കെ ചെയ്ത് ഇത് ശരിക്കും ഞങ്ങളൊരു ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. അത് വഴിയില്ല, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്താണ്. അങ്ങനെ ഒരുത്തൻ ഡോക്ടറാണ്. അവന് ഹൗസ് സർജൻസി അല്ല, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ, മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ കൂടെയാണ് അവന് ഒരു മാസം ജോലി ചെയ്തു. അന്നേരം അവനോട് പറഞ്ഞു, നീ വേണമെങ്കിൽ വേറെ മറ്റേ ഡോക്ടർമാരുടെ കൂടെ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോഴേ 2 മാസത്തേക്ക് പ്രാക്ടീസാണ്. വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന് പറഞ്ഞു. അപ്പം ഇന്നും എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ട് അവനുമായിട്ട്. അവൻ പിന്നെ പഠിച്ചു, യൂറോളജിസ്റ്റായിട്ട് ഞാൻ റിട്ടയർ ചെയ്തു. അപ്പം ഫാമിലിയൊക്കെ ആയി. അങ്ങനെ ഒരു നല്ല സന്തോഷത്തിൽ കഴിയുന്നു. അങ്ങനെ അപ്പോൾ ഈ പയ്യാവൂര് നമ്മുടെ പാലത്തിൻ്റെ ഇതൊക്കെ വന്നല്ലോ, തൂക്കുപാലമൊക്കെ, അതിൻ്റെയൊക്കെ കാരണം എങ്ങനെയാണ്? അത് പയ്യാവൂരല്ല, അലക്സ് നഗറിലെ അത് ഈ കാഞ്ഞിലേരിക്കും അലക്സ് നഗറിനും ഇടയ്ക്കായിട്ടാണ് ഈ പുഴയുള്ളത്. അപ്പോൾ ആളുകൾക്ക് രാത്രിയിലൊക്കെ ഇതില്ല, വെള്ളമില്ല. അപ്പോൾ രോഗികളെയും കൊണ്ട് വരുന്നത് വളരെ ബുദ്ധിമുട്ടി വെള്ളം നനഞ്ഞ് കുളിച്ചൊക്കെയാണ് വരുന്നത്. ഒരിക്കലും എടുത്തി വിഷം കഴിച്ചു, അവളെ നനച്ച് വന്നയാളും എല്ലാം നനച്ച്. അങ്ങനെ അത് കണ്ടപ്പോഴാണ്, അയ്യോ ഇത് ശരിയാകുകയല്ലോ, ഒരു പാലം വേണം, തൂക്കുപാലം നമുക്ക് പണിയണം എന്ന ആശയം എനിക്ക് വന്നത്. കാരണം മടമ്പത്ത് വേറൊരു തൂക്കുപാലം ഉണ്ട്. അതുകൊണ്ടാണ് ഐഡിയ വന്നത്. അപ്പം ഞാൻ കാക്കനാട്ടച്ചിട്ടോണ്ട് പറഞ്ഞു, അച്ഛന് ഒന്നും അടുക്കിയില്ല. അച്ഛൻ പറഞ്ഞു, അതൊന്നും ഇവർ സമ്മതിക്കുകയില്ല, ആൾക്കാരൊന്നും സഹകരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛന് പിന്നെ കൂടെ നിന്നാൽ മതി, ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്തോളാമെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കൊണ്ട്, അച്ഛൻ സ്ഥലവാസിയാണ്. അങ്ങനെ എല്ലാവരും കൂടെ കൂടി മീറ്റിംഗ് കൂടി ഒക്കെ തീരുമാനിച്ച് ഞങ്ങൾ തൂക്കുപാലം പണിയപ്പം ഇവിടെ പുന്നത്രക്കാരൻ കൃഷ്ണൻകുട്ടി, അവനാണ് അവിടുത്തെ പാലം പണിതത്. അവനെ തന്നെ വരുത്തി. അവൻ പറഞ്ഞു, ഞാൻ പണിതോളാം, 30 വർഷത്തിന് ഒരു കുഴപ്പവും വരികയില്ലെന്ന് പറഞ്ഞ് 30 വർഷം പാലം അവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് പണിതത്. അപ്പോൾ അതിനൊക്കെ പൈസയൊക്കെ എങ്ങനെ കണ്ടെത്തി? പൈസ ഞാൻ ജർമ്മൻകാരോട് പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പാലാണ്, നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഉൾപ്പെടെ പിരിവിന് പോയി, വീടുകൾ കയറി ഇറങ്ങി. ഒരു 20,000 രൂപ കിട്ടി. ബാക്കി അന്ന് എത്ര രൂപ ചിലവായി? അന്ന് എൻ്റെ 5 ലക്ഷം തോന്നുന്നു. എത്രാം വയസ്സിൽ റിട്ടയർ ചെയ്യുന്നത്? 86 വയസ്സ്. 86 വയസ്സ് പാലിയേറ്റീവിൽ നിന്നാണ് റിട്ടയർ ചെയ്യുന്നത്. അതെ അതെ. വലിയ സെൻഡ് ഓഫ് തന്നത്. ഞാൻ പറഞ്ഞത്, എനിക്ക് സെൻഡ് ഓഫ് ഒന്നും തരണ്ട അച്ഛൻ, എന്നെ വിട്ടേക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു പറ്റിയെന്ന് പറഞ്ഞു. എന്നാ ഒരു സെൻഡ് ഓഫ് ആയിരുന്നു. 2 മെത്രാന്മാര്, തോമസ് ചാഴികാടൻ MP, പിന്നെ എൻ്റെ വലിയ സംഭവമല്ലേ സിസ്റ്റർ തുടക്കത്തില്. അപ്പം 86 റിട്ടയർ ചെയ്തു. അപ്പോൾ ഈ റിട്ടയർമെന്റിന് ശേഷം ഇപ്പോൾ വിശ്രമ ജീവിതം ആരംഭിച്ചപ്പോൾ വീണ്ടും ആ സേവന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തുടരുന്നുണ്ടോ? എങ്ങനെയാ അതൊക്കെ? ഇപ്പം പാവപ്പെട്ടവരെ പഠിപ്പിക്കാനും
ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സയ്ക്കൊക്കെ ആയിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ചിലപ്പം അവരൊക്കെ ബന്ധപ്പെടാറുണ്ട്. ഉണ്ട് ബന്ധപ്പെടാറുണ്ട്. അത് ഫോണിൽ ബന്ധപ്പെടും. ചിലപ്പോൾ അവർ വരും ഇടയ്ക്ക്. ഈ ജർമ്മൻകാരൊക്കെ ഇവിടെ വരാറുണ്ട്. ജർമ്മൻ എനിക്ക് കൊച്ചിലെ മുതൽ അവന് കിൻഡർ വാഗനിൽ കിടക്കുന്ന കാലത്ത് മുതൽ പരിചയമുള്ള ഒരുത്തനുണ്ട്. അവന് മെഡിസിൻ പഠിച്ചു. അവന് ഒരു 2 മാസം ഇവിടെ വന്ന് ജോലി ചെയ്യണമെന്ന് പറഞ്ഞു, കാർഡിയോളജിയിൽ. അതുകൊണ്ട് വരാൻ പറഞ്ഞു. അവൻ വന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചു. ഭക്ഷണമൊക്കെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തു. അവൻ പോയി കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൈസ അയക്കും ക്യാൻസർ രോഗികൾക്ക്. അവിടെ ഒന്ന് ഇടയ്ക്ക് കാണുകയും ചെയ്തു. ഹോം കെയറിനൊക്കെ പോകുമായിരുന്നേ. അപ്പം എന്താ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നേരിട്ട് കണ്ടു. അപ്പം അതുകൊണ്ട് അതുപോലെ വേറെ ആൾക്കാർ ഇങ്ങനെ അയച്ചു തരും പൈസ. മാതാപിതാക്കൾ എങ്ങനെയാ പേര്? അച്ചാച്ചൻ്റെ പേര് ജോസഫ് കുളപ്പുരയ്ക്കൽ, അമ്മച്ചി മ്യാലിൽ, കൊച്ചന്ന മ്യാലിൽ. നിങ്ങൾ എത്ര മക്കളാണ് മാതാപിതാക്കൾ? ഞങ്ങൾ 7 മക്കൾ, 4 പെണ്ണും 3 ആണും. സിസ്റ്ററിന് പറഞ്ഞായിരുന്നല്ലോ, സിസ്റ്ററിൻ്റെ സാമൂഹ്യ സേവനമായിരുന്നു അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനമായിരുന്നു എയിം. ആ ഒരു എയിം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ചാരിതാർത്ഥ്യം അതുണ്ട്. അപ്പൊ അതിനുള്ള പ്രചോദനം മാതാപിതാക്കളായിരുന്നോ? ശരിക്കും അവരും നല്ല സഹായമൊക്കെ ചെയ്യുന്ന ചെറുപ്പം മുതലേ കണ്ടിരുന്നതാ. പാവപ്പെട്ട ഒരു അച്ഛന് റേഷൻ കടയുണ്ടായിരുന്നു, പലചരക്ക് കടയും. അപ്പം കൊച്ചേട്ടാ ഇപ്പം പൈസ ഇല്ലല്ലോ എന്ന് പറയുമ്പം എന്നാ നീ കൊണ്ടുപോടാ, ഉണ്ടാകുമ്പോൾ തന്നാ മതി എന്ന് പറയുന്നത് അത് നമ്മൾ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഈ ഒരാൾക്ക് ടി വി ആയിട്ട് വീടിനടുത്തൊരു ഒരാൾക്ക് ടി വിയാണ്. ചാച്ചൻ പറഞ്ഞു, എന്നാൽ ഇനി കുറച്ച് ദിവസത്തേക്ക് പിള്ളേർക്ക് പാല് കൊടുക്കണ്ട, അത് ആ പേഷ്യൻറ്റിന് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊടുത്തു. പശുക്കറവുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ. പിന്നെ വല്യപ്പൻ വലിയ ദാനധർമ്മിയായിരുന്നു. ആ പുണ്യാളിന്നാണ് വിളിച്ചിരുന്നത് വല്യപ്പനെ. എന്ന് പറഞ്ഞാൽ നന്മ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട്. വല്യപ്പൻ്റെ പേരെന്തായിരുന്നു? തൊമ്മൻ. നല്ല ഭക്തനുമായിരുന്നു. എന്നെ കുഞ്ഞിലെ പള്ളിയിൽ കൊണ്ടുപോകുന്നൊക്കെ വല്യപ്പനാ. നല്ല ഒത്തിരി കാര്യങ്ങൾ വല്യപ്പനിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. താണ നിലത്തെ നീരോടുകളെന്നാണ് പറഞ്ഞത്, വല്യപ്പൻ പഠിപ്പിച്ചതാണ്. പിന്നെ എളിമയിൽ നിന്നേ വലിമ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ അതൊക്കെ ചെറുപ്പത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. ശരിക്കും ഒരു ആതുരസേവനം ആ ഒരു സാമൂഹ്യ മേഖലയിലേക്ക് വ്യാപിക്കുകയായിരുന്നു ശരിക്കും. അതൊക്കെ ഇപ്പം അതിന് ഇഷ്ടത്തോടെ ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് അതിനകത്ത് മടുപ്പൊന്നുമില്ല, അതും പ്രത്യേകതയൊന്നും തോന്നിയിട്ടുമില്ല. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ടും ഇപ്പോൾ ഈ കഴിഞ്ഞ ക്രിസ്മസിനും ഒരു 2 ലക്ഷം രൂപയോളം എൻ്റെ ഫ്രണ്ട്സ് തന്ന അത് ഞാൻ ഡോക്ടർ മനുവിനെ ഏൽപ്പിച്ചു. അത് ക്യാൻസർ പേഷ്യൻസിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തുടക്കത്തിലൂടെ കടന്നു വന്ന് ഇന്ന് ആതുര സേവന രംഗത്തു നിന്ന് സാമൂഹ്യ രംഗത്തും പ്രവർത്തിച്ച് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഒരു തുണയായി സഹായിയായി സിസ്റ്റർ ഇന്ന് 90-ാം വയസ്സിലെ നിറവിൽ ആയിരിക്കുകയാണ്. ഈ 90-ലായിരിക്കുമ്പോഴും ഇപ്പോഴും തനിക്ക് സേവന പ്രവർത്തനത്തോട് താല്പര്യം സിസ്റ്ററുടെ മനസ്സിൽ വരുന്നുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളാൽ സിസ്റ്ററിൻ്റെ കൂടുതൽ രംഗത്തേക്ക് വരാൻ പറ്റുന്നില്ലെങ്കിലും ഈ 90-ലും സേവനം ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം സിസ്റ്ററിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ സിസ്റ്ററിന് ഇനിയും ഇതുപോലെയുള്ള ആയുരാരോഗ്യം ഉണ്ടാകട്ടെ, കൂടുതൽ സേവനങ്ങൾ ഇനിയും ഇവിടെ ഇരുന്നാണെങ്കിലും ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സാർ.